ശാന്തി 10/7/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ സദോ പ്രധാനമായി വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി നിരന്തരം ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. സദാ ഉന്നതിയുടെ ചിന്ത വയ്ക്കൂ. ചോദ്യം: പഠനത്തിൽ ദിനം പ്രതിദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ അതോ പിന്നോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നതിൻ്റെ അടയാളം എന്താണ്? ഉത്തരം: പഠനത്തിൽ അഥവാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭാരക്കുറവിൻ്റെ അനുഭവമുണ്ടാകും. ബുദ്ധിയിൽ ഉണ്ടായിരിക്കും, ഈ ശരീരം മോശമായതാണ്, ഇതിനെ ഉപേക്ഷിക്കേണ്ടതുണ്ട്, നമുക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്തുകൊണ്ടിരിക്കും. അഥവാ പിന്നോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ പെരുമാറ്റത്തിലൂടെ ആസുരീയ ഗുണങ്ങൾ കാണപ്പെടും. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കില്ല. അവർക്ക് പുഷ്പമായി മാറി സർവർക്കും സുഖം നൽകാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മുന്നോട്ട് പോകവേ സാക്ഷാത്കാരം ഉണ്ടാകും. പിന്നെ വളരെയധികം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ഓം ശാന്തി. ബുദ്ധിയിൽ ഈ ചിന്തയുണ്ടായിരിക്കണം, നമ്മൾ സദോ പ്രധാനമായി വന്നിരുന്നു. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഇവിടെ എല്ലാവരും ഇരിക്കുകയാണ്. ചിലരാണെങ്കിൽ ദേഹാഭിമാനിയാണ്, ചിലർ ദേഹി അഭിമാനിയും ആയിരിക്കും. ചിലർ സെക്കൻഡിൽ ദേഹാഭിമാനിയും സെക്കൻഡിൽ ദേഹി അഭിമാനിയായും കൊണ്ടിരിക്കും. നമ്മൾ മുഴുവൻ സമയവും ദേഹി അഭിമാനിയായി ഇരിക്കുകയാണ് എന്നാർക്കും പറയാൻ സാധിക്കില്ല. അങ്ങനെയല്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ചില സമയത്ത് ദേഹി അഭിമാനി, ചില സമയത്ത് ദേഹാഭിമാനത്തിൽ ആയിരിക്കും. ഇപ്പോൾ കുട്ടികൾ ഇതറിയുന്നുണ്ട്. നമ്മൾ ആത്മാക്കൾ ഈ ശരീരം ഉപേക്ഷിച്ച് തൻ്റെ വീട്ടിലേക്ക് പോകും. വളരെ സന്തോഷത്തോടെ പോകണം. മുഴുവൻ ദിവസവും ചിന്തിക്കുന്നതേ ഇതാണ്, നമ്മൾ ശാന്തിധാമത്തിലേക്ക് പോകട്ടെ. കാരണം ബാബ വഴി പറഞ്ഞു തന്നു. മറ്റാരും ഒരിക്കലും ഈ വിചാരത്തോടെ ഇരിക്കുന്നുണ്ടാകില്ല. ഈ ശിക്ഷണം ആർക്കും ലഭിക്കുന്നതേയില്ല, ചിന്തയിൽ പോലും ഉണ്ടാകില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇത് ദുഃഖധാമമാണ്. ഇപ്പോൾ ബാബ സുഖധാമത്തിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തന്നു. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും സമ്പൂർണമായി യഥായോഗ്യം ശാന്തിധാമത്തിലേക്ക് പോകും. അതിനെ തന്നെയാണ് മുക്തി എന്ന് പറയുന്നത്. അതിനു വേണ്ടി തന്നെയാണ് മനുഷ്യർ ഗുരുവിനെ സ്വീകരിക്കുന്നത്. എന്നാൽ മനുഷ്യർക്ക് മുക്തിയും ജീവൻ മുക്തിയും എന്ത് വസ്തുവാണ് എന്നത് തീർത്തും അറിയില്ല. കാരണം ഇത് പുതിയ കാര്യമാണ്. കുട്ടികളായ നിങ്ങൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ബാബു പറയുന്നു, ഓർമ്മയുടെ യാത്രയിലൂടെ പവിത്രമാകൂ. നിങ്ങൾ ആദ്യം എപ്പോഴാണോ ശ്രേഷ്ഠാചാരി ലോകത്തിൽ വന്നത് അപ്പോൾ സദോ പ്രധാനമായിരുന്നു. ആത്മാവ് സദോ പ്രധാനമായിരുന്നു. ആരോടെങ്കിലും കണക്ഷനും പിന്നീടാണ് ഉണ്ടാകുന്നത്. എപ്പോഴാണോ ഗർഭത്തിൽ പോകുന്നത് അപ്പോൾ സംബന്ധത്തിൽ വരും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇത് നമ്മുടെ അന്തിമ ജന്മമാണ്. നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. പവിത്രമാകാതെ നമുക്ക് പോകാൻ സാധിക്കില്ല. ഇങ്ങനെയെല്ലാം ഉള്ളിൽ സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. കാരണം ബാബയുടെ ആജ്ഞയാണ്. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബുദ്ധിയിൽ ഈ ചിന്തയുണ്ടായിരിക്കണം, നമ്മൾ സദോ പ്രധാനമായി വന്നിരുന്നു. ഇപ്പോൾ സദോ പ്രധാനമായി വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. സദോ പ്രധാനം ആകേണ്ടത് ബാബയുടെ ഓർമ്മയിലൂടെയാണ്. കാരണം ബാബ തന്നെയാണ് പതീത പാവനൻ. കുട്ടികളായി നമുക്ക് യുക്തി പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ പാവനമാകാൻ സാധിക്കും. മുഴുവൻ സൃഷ്ടിയുടെയും ആദ്യം മധ്യ അന്ത്യത്തെ ബാബ തന്നെയാണ് അറിയുന്നത്. മറ്റൊരു അതോറിറ്റിയും ഇല്ല. ബാബ തന്നെയാണ് മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപം. ഭക്തി എവിടം വരെ നടക്കുന്നു ഇതും ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്.
ഇത്രയും സമയം ജ്ഞാനമാർഗം, ഇത്രയും സമയം ഭക്തി. ഈ മുഴുവൻ ജ്ഞാനവും ഉള്ളിൽ ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കണം. ബാബയുടെ ആത്മാവിൽ ജ്ഞാനം ഉള്ളതുപോലെ നിങ്ങളുടെ ആത്മാവിലും ജ്ഞാനമുണ്ട്. ശരീരത്തിലൂടെ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നു. ശരീരമില്ലാതെ ആത്മാവിന് സംസാരിക്കാൻ സാധിക്കില്ല. ഇതിൽ പ്രേരണയുടെയോ ആകാശവാണിയുടെയോ കാര്യമേയില്ല. ഭഗവാൻ ഉവാചയാണ്. അപ്പോൾ തീർച്ചയായും വായ് വേണം, രഥം വേണം. കുതിരവണ്ടിയുടെ രഥമല്ല വേണ്ടത്. നിങ്ങളും ആദ്യം വിചാരിച്ചിരുന്നു കലിയുഗം ഇനിയും 40,000 വർഷം തുടരേണ്ടതുണ്ട് എന്ന്. അജ്ഞാന നിദ്രയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ ബാബ ഉണർത്തി. നിങ്ങളും അജ്ഞാനത്തിലായിരുന്നു, ഇപ്പോൾ ജ്ഞാനം ലഭിച്ചു. അജ്ഞാനം എന്ന് പറയുന്നത് ഭക്തിയെയാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ഇത് ചിന്തിക്കണം. നമുക്ക് നമ്മുടെ ഉന്നതി എങ്ങനെ ചെയ്യാം? ഉയർന്ന പദവി എങ്ങനെ നേടാം? തൻ്റെ വീട്ടിൽ പോയ ശേഷം പുതിയ രാജധാനിയിൽ വന്ന് ഉയർന്ന പദവി നേടണം. അതിനുവേണ്ടിയാണ് ഓർമ്മയുടെ യാത്ര. സ്വയം ആത്മാവാണ് എന്ന് തീർച്ചയായും മനസ്സിലാക്കണം. നമ്മളെല്ലാ ആത്മാക്കളുടെയും പിതാവ് പരമാത്മാവാണ്. ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ മനുഷ്യർ ഇത്രയും കാര്യം പോലും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ഇത് രാവണ രാജ്യമാണ്. അതിനാൽ നിങ്ങളുടെ ബുദ്ധി ഭ്രഷ്ടാചാരി ആയിരിക്കുകയാണ്. മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട്. ആരാണോ വികാരത്തിൽ പോകാത്തത് അവർ പാവനമാണ്. സന്യാസിമാരെ പോലെ. ബാബ പറയുന്നു, അവരാണെങ്കിൽ അല്പകാലത്തേക്ക് പാവനമാകുന്നു. ലോകം എന്നിരുന്നാലും പതീതമാണല്ലോ. പാവന ലോകം തന്നെയാണ് സത്യയുഗം. പതീത ലോകത്തിൽ സത്യയുഗത്തിലേതുപോലെ പാവനമായ ആരും ഉണ്ടായിരിക്കുക സാധ്യമല്ല. അവിടെയാണെങ്കിൽ രാവണ രാജ്യമേ ഇല്ല, വികാരത്തിൻ്റെ കാര്യമേ ഇല്ല. ചുറ്റിക്കറങ്ങുകയും ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ബുദ്ധിയിൽ ഈ ചിന്തനം ഉണ്ടായിരിക്കണം. ബാബയിൽ ഈ ജ്ഞാനമുണ്ടല്ലോ, ജ്ഞാനസാഗരമാണ്. അപ്പോൾ തീർച്ചയായും ജ്ഞാനം ഇറ്റിറ്റ് വീഴുന്നുണ്ടാകും. നിങ്ങളും ജ്ഞാനസാഗരത്തിൽ നിന്നും പുറപ്പെട്ട നദികളാണ്. ആ ഒന്ന് എവർ സാഗരം തന്നെയാണ്. നിങ്ങൾ എവർ സാഗരമല്ല. കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഏവരും സഹോദരന്മാരാണ്. കുട്ടികളായ നിങ്ങൾ പഠിക്കുന്നു. വാസ്തവത്തിൽ നദികളുടെയും മറ്റും കാര്യമല്ല. നദി എന്ന് പറയുമ്പോൾ ഗംഗയെയും യമുനയെയും മറ്റും പറയുന്നു. നിങ്ങളിപ്പോൾ പരിധിയില്ലാത്തതിൽ നിൽക്കുകയാണ്. നമ്മളെല്ലാ ആത്മാക്കളും ഒരു പിതാവിൻ്റെ കുട്ടികളാണ്, സഹോദരന്മാരാണ്. ഇപ്പോൾ നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ നിന്നും വന്ന് ശരീരമാകുന്ന സിംഹാസനത്തിൽ വിരാജിതനാകുന്നു. വളരെ ചെറിയ ആത്മാവാണ്. സാക്ഷാത്കാരം ഉണ്ടാകുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ആത്മാവ് പുറത്തു പോകുമ്പോൾ ചിലപ്പോൾ പറയുന്നു ശിരസിൽ നിന്നും പുറത്തുപോയി, കണ്ണുകളിൽ നിന്നും വായിൽ നിന്നും പുറത്തുപോയി. വായ് തുറന്നു പോകുന്നു. ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോൾ ശരീരം ജഡമാകുന്നു. ഇത് ജ്ഞാനമാണ്. സ്റ്റുഡൻറ്റിൻ്റെ ബുദ്ധിയിൽ മുഴുവൻ ദിവസവും പഠനമുണ്ടായിരിക്കുന്നു. നിങ്ങളിലും മുഴുവൻ ദിവസവും പഠനത്തിൻ്റെ തന്നെ ചിന്ത നടക്കേണ്ടതാണ്. നല്ല നല്ല സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ സദാ ഏതെങ്കിലുമൊക്കെ മുഖ്യ പുസ്തകം ഉണ്ടായിരിക്കും. പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ബാബു പറയുന്നു, ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്. മുഴുവൻ ചക്രവും കറങ്ങി അന്തിമത്തിൽ വന്നിരിക്കുകയാണ്. ബുദ്ധിയിൽ ഈ സ്മരണ ഉണ്ടായിരിക്കണം. ധാരണ ചെയ്ത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ചിലർക്കാണെങ്കിൽ ധാരണ ഉണ്ടാകുന്നതേയില്ല. സ്കൂളിലും സ്റ്റുഡൻറ്റ് നമ്പർ വൈസായിരിക്കും. സബ്ജക്റ്റും വളരെയധികം ഉണ്ടായിരിക്കും. ഇവിടെയാണെങ്കിൽ സബ്ജക്റ്റ് ഒന്ന് തന്നെയാണ്, ദേവതയാകണം. ഈ പഠനത്തിൻ്റെ ചിന്തനം നടന്നുകൊണ്ടേയിരിക്കട്ടെ. പഠനം മറന്നുപോവുകയും മറ്റുള്ള ചിന്തകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് പാടില്ല. ജോലിയുള്ളവരാണെങ്കിൽ തൻ്റെ ജോലിയെക്കുറിച്ചുള്ള ചിന്തയിലായിരിക്കും മുഴുകിയിരിക്കുന്നത്. സ്റ്റുഡൻറ്റ് പഠനത്തിൽ തന്നെ മുഴുകിയിരിക്കും. കുട്ടികളായ നിങ്ങൾക്കും തൻ്റെ പഠനത്തിൽ ഇരിക്കേണ്ടതുണ്ട്. ഇന്നലെ ഒരു ക്ഷണക്കത്ത് വന്നിരുന്നു.
ഇൻ്റർനാഷണൽ യോഗ കോൺഫറൻസിൻ്റെ. നിങ്ങൾക്ക് അവരോട് എഴുതാൻ സാധിക്കും, നിങ്ങളുടേത് ഹഠയോഗമാണ്. ഇതിൻ്റെ എയിം ഒബ്ജക്റ്റ് എന്താണ്? ഇതിലൂടെ എന്ത് നേട്ടം ഉണ്ടാകുന്നു? നമ്മളാണെങ്കിൽ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. പരംപിത പരമാത്മാവ് ജ്ഞാനസാഗരമാണ്. ആ രചയിതാവ് നമ്മളെ തൻ്റെയും രചനയുടെയും ജ്ഞാനം കേൾപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകണം. മന്മനാഭവ, ഇതാണ് നമ്മുടെ മന്ത്രം. നമ്മൾ ബാബയെയും ബാബയിലൂടെ ഏതൊരു സമ്പത്ത് ലഭിക്കുന്നുവോ അതിനെയും ഓർമ്മിക്കുന്നു. നിങ്ങൾ ഈ ഹഠയോഗവും മറ്റും ചെയ്തു വന്നു. ഇതിൻ്റെ എയിം ഒബ്ജക്റ്റ് എന്താണ്? നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞു. നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ ഹഠയോഗത്തിലൂടെ എന്ത് ലഭിക്കുന്നു? ഇങ്ങനെയുള്ള റെസ്പോൺസ് നട്ഷലിൽ എഴുതണം. സംക്ഷിപ്തമായി എഴുതണം എന്നർത്ഥം. ഇങ്ങനെയുള്ള ക്ഷണം നിങ്ങളുടെ അടുക്കൽ ധാരാളം വരുന്നു. ഓൾ ഇന്ത്യ റിലീജിയസ് കോൺഫറൻസിൻ്റെ ക്ഷണം നിങ്ങൾക്ക് വരികയും താങ്കളുടെ എയിം ഒബ്ജക്റ്റ് എന്താണ് എന്ന് നിങ്ങളോട് പറയുകയുമാണെങ്കിൽ നിങ്ങൾ പറയൂ, നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടേത് തീർച്ചയായും പറയേണ്ടതുണ്ട്. എന്തുകൊണ്ട്? ഇത് രാജയോഗമാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പറയൂ, നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പഠിപ്പിക്കുന്നവൻ ഭഗവാനാണ്. നമ്മളേവരും ബ്രദേഴ്സാണ്. നമ്മൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നു. പരിധിയില്ലാത്ത ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങളുടെ പാപം ഇല്ലാതാകും. ഇങ്ങനെയെല്ലാം എഴുതിയവ വളരെ നല്ല രീതിയിൽ അച്ചടിച്ചു വയ്ക്കൂ. പിന്നെ എവിടെയെല്ലാം കോൺഫറൻസും മറ്റും നടക്കുന്നോ അവിടേക്ക് അയച്ചു കൊടുക്കൂ. അവർ പറയും, ഇത് വളരെ നല്ല നിയമത്തിൻ്റെ കാര്യമാണ് പഠിപ്പിക്കുന്നത്. ഈ രാജയോഗത്തിലൂടെ രാജാക്കന്മാരുടെയും രാജാവ് അഥവാ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഓരോ 5000 വർഷത്തിനു ശേഷവും നമ്മൾ ദേവതയാകുന്നു, പിന്നെ മനുഷ്യനാകുന്നു. ഇങ്ങനെയെല്ലാം വിചാരസാഗര മഥനം ചെയ്ത് ഫസ്റ്റ് ക്ലാസ് ലേഖനം ഉണ്ടാക്കണം. നിങ്ങളോട് ഉദ്ദേശം ചോദിച്ചേക്കാം. അപ്പോൾ ഈ അച്ചടിച്ചത് സൂക്ഷിച്ചു വയ്ക്കൂ. നമ്മുടെ എയിം ഒബ്ജക്റ്റ് ഇതാണ്. ഇങ്ങനെ എഴുതുന്നതിലൂടെ ടെംപ്ടേഷൻ ഉണ്ടാകും. ഇതിൽ ഏതെങ്കിലും ഹഠയോഗത്തിൻ്റെയോ ശാസ്ത്രങ്ങളുടെ വാദപ്രതിവാദങ്ങൾ നടത്തുന്നതിൻ്റെയോ കാര്യമില്ല. അവർക്ക് ശാസ്ത്രങ്ങളുടെ വാദപ്രതിവാദത്തിൻ്റെ എത്ര അഹങ്കാരം ഉണ്ടായിരിക്കുന്നു. അവർ സ്വയം തങ്ങളെ ശാസ്ത്രങ്ങളുടെ അതോറിറ്റിയായി കണക്കാക്കുന്നു. വാസ്തവത്തിൽ അവർ പൂജാരിയാണ്. അതോറിറ്റി എന്ന് പൂജ്യരെയാണ് പറയുക. പൂജാരിയെ എന്താണ് പറയുക? അപ്പോൾ ഇത് ക്ലിയറായി എഴുതണം. നമ്മൾ എന്താണ് പഠിക്കുന്നത്? BKയുടെ പേര് അപ്പോൾ പ്രസിദ്ധമാകും. യോഗം 2 പ്രകാരത്തിലുണ്ട്. ഒന്നാണ് ഹഠയോഗം, രണ്ടാമത്തേതാണ് സഹജയോഗം. അത് ഏതെങ്കിലും മനുഷ്യനെ പഠിപ്പിക്കാൻ സാധിക്കില്ല. രാജയോഗം ഒരു പരമാത്മാവ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ബാക്കി ഈ അനേകം പ്രകാരത്തിലുള്ള യോഗം മനുഷ്യമതം അനുസരിച്ചുള്ളതാണ്. അവിടെയാണെങ്കിൽ ദേവതമാർക്ക് ആരുടെയും മതത്തിൻ്റെ ആവശ്യമില്ല. കാരണം സമ്പത്ത് നേടിക്കഴിഞ്ഞു. അവർ ദേവതമാരാണ്, അതായത് ദൈവിക ഗുണങ്ങളുള്ളവർ. ആരിൽ ഇങ്ങനെയുള്ള ഗുണം ഇല്ലയോ അവരെ അസുരൻ എന്ന് പറയുന്നു. ദേവതമാരുടെ രാജ്യമുണ്ടായിരുന്നു. പിന്നെ അവർ എവിടെ പോയി? 84 ജന്മങ്ങൾ എങ്ങനെ എടുത്തു? ഏണിപ്പടിയെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് ആവശ്യമാണ്. ഏണിപ്പടി വളരെ നല്ലതാണ്. എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അത് ഈ ഏണിപ്പടിയിലുണ്ട്. മുഴുവൻ ആധാരവും പഠനത്തിന്മേലാണ്. പഠനമാണ് സോഴ്സ് ഓഫ് ഇൻകം. ഇത് ഏറ്റവും ഉയർന്ന പഠനമാണ്, ദി ബെസ്റ്റ്. ഏതൊരു പഠനമാണോ ദി ബെസ്റ്റ് എന്ന് ലോകം അറിയുന്നില്ല. ഈ പഠനത്തിലൂടെ മനുഷ്യനിൽ നിന്നും ദേവത അഥവാ ഡബിൾ ക്രൗൺ ആയി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ ഡബിൾ കിരീടധാരി ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. പഠനം ഒന്ന് തന്നെയാണ്. പിന്നെ ചിലർ ഇന്നതാകുന്നു, ചിലർ മറ്റെന്തെങ്കിലും. വണ്ടറാണ്. ഒരേ പഠനത്തിലൂടെ രാജധാനി സ്ഥാപിതമാകുന്നു.
രാജാവുമാകുന്നു, അപ്പോൾ ദരിദ്രനുമാകുന്നു. പിന്നെ അവിടെ ദുഃഖത്തിൻ്റെ കാര്യമേ ഇല്ല. പദവികൾ ഉണ്ടല്ലോ. ഇവിടെ അനേകം പ്രകാരത്തിലെ ദുഃഖമുണ്ട്. ഫാമിൻ, രോഗങ്ങൾ, ധാന്യങ്ങളും മറ്റും ലഭിക്കുന്നില്ല, ഫ്ലഡ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ലക്ഷപതിയായാലും കോടിപതിയായാലും ജന്മം വികാരങ്ങളിലൂടെ തന്നെയാണല്ലോ ഉണ്ടാകുന്നത്. തിക്കും തിരക്കും കൊണ്ടു, കൊതുക് കടിച്ചു, ഇതെല്ലാം ദുഃഖമാണല്ലോ. പേര് തന്നെ രൗരവ നരകം എന്നാണ്. എന്നിട്ടും പറയുന്നു ഇന്നയാൾ സ്വർഗത്തിൽ പോയി എന്ന്. സ്വർഗം വരാൻ പോവുകയാണ്. പിന്നെ ആരെങ്കിലും സ്വർഗത്തിൽ എങ്ങനെയാണ് പോയത്? ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. ഇപ്പോൾ ബാബ എസ്സേ അഥവാ പ്രബന്ധം നൽകിയിരിക്കുകയാണ്. എഴുതേണ്ടത് കുട്ടികളുടെ ജോലിയാണ്. ധാരണ ഉണ്ടെങ്കിൽ എഴുതുകയും ചെയ്യും. മുഖ്യമായ കാര്യം കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. നമ്മൾ സദോപ്രധാനമായിരുന്നു. അപ്പോൾ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുന്നു. എത്ര സഹജമാണ്. പോയിന്റ്സ് ആണെങ്കിൽ ബാബ വളരെയധികം കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കണം. അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇവർ നമ്മുടെ കുലത്തിലേതല്ല എന്ന് മനസ്സിലാക്കുന്നു. പഠനത്തിൽ ദിനം പ്രതിദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. പിന്നോട്ട് മാറുവാൻ പാടില്ല. ദൈവിക ഗുണങ്ങൾക്ക് പകരം ആസുരീയ ഗുണം ധാരണ ചെയ്യുന്നത് പിന്നോട്ട് മാറൽ ആയല്ലോ. ബാബ പറയുന്നു വികാരങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കൂ. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. വളരെ ഭാരരഹിതമായിരിക്കണം. ഈ ശരീരം മോശമായതാണ്. ഇതിനെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. നമുക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. ബാബയെ ഓർമ്മിക്കുകയില്ലെങ്കിൽ പുഷ്പമാവുകയില്ല. വളരെയധികം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. മുന്നോട്ട് പോകവേ നിങ്ങൾക്ക് സാക്ഷാത്കാരമുണ്ടാകും. നിങ്ങൾ എന്ത് സർവീസ് ചെയ്തു എന്ന് ചോദിക്കും. നിങ്ങൾ ഒരിക്കലും കോടതിയിൽ പോയിട്ടില്ല. ബാബ എല്ലാം കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർ കള്ളന്മാരെ പിടികൂടുന്നത്, പിന്നെ കേസ് നടക്കുന്നത്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് എല്ലാ സാക്ഷാത്കാരവും നൽകിക്കൊണ്ടിരിക്കും. ശിക്ഷകൾ അനുഭവിച്ച ശേഷം ചില്ലിക്കാശിൻ്റെ പദവി നേടും. ടീച്ചറിന് ദയ തോന്നുന്നുവല്ലോ. ഇയാൾ തോറ്റുപോകും. ഈ ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ സബ്ജക്റ്റ് ഏറ്റവും നല്ലതാണ്. അതിലൂടെ പാപം ഇല്ലാതാകും. ബാബ നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് സ്മരിച്ചുകൊണ്ട് ചക്രം തിരിച്ചുകൊണ്ടേയിരിക്കണം. സ്റ്റുഡൻറ്റ് ടീച്ചറിനെ ഓർമ്മിക്കുകയും ചെയ്യുന്നു. ബുദ്ധിയിൽ പഠനമുണ്ടായിരിക്കും. ടീച്ചറുമായി യോഗം തീർച്ചയായും ഉണ്ടായിരിക്കുമല്ലോ. ഇത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. നമ്മളെല്ലാ സഹോദരന്മാരുടെയും ഒരേ ഒരു ടീച്ചറാണ്. ആ ഒന്ന് സുപ്രീം ടീച്ചറാണ്. മുന്നോട്ട് പോകവേ വളരെ പേർക്ക് മനസ്സിലാകും. അഹോ പ്രഭു, നിന്റെ ലീല. ഇങ്ങനെ മഹിമ ചെയ്ത് മരിക്കും. എന്നാൽ ഒന്നും നേടാൻ സാധിക്കില്ല. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ തന്നെയാണ് തലകീഴായ പ്രവൃത്തി ചെയ്യുന്നത്. ദേഹി അഭിമാനി ആകുന്നതിലൂടെ നല്ല പ്രവൃത്തി ചെയ്യും. ബാബു പറയുന്നു ഇപ്പോൾ നിങ്ങളുടെ വാനപ്രസ്ഥ അവസ്ഥയാണ്. തിരികെ പോകേണ്ടി തന്നെ വരും. കണക്കുകൾ സമാപ്തമാക്കി എല്ലാവർക്കും പോകേണ്ടതുണ്ട്. ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും തീർച്ചയായും പോകണം. ലോകം വളരെയധികം ശൂന്യമാകുന്ന ഒരു ദിവസവും വരും. കേവലം ഭാരതം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പകുതി കൽപ്പം കേവലം ഭാരതം മാത്രമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ലോകം എത്ര ഒഴിഞ്ഞതായിരിക്കും. ഇങ്ങനെയുള്ള ചിന്ത നിങ്ങളല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിൽ ഉണ്ടായിരിക്കില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു ശത്രു പോലും ഉണ്ടായിരിക്കില്ല. ശത്രു വരുന്നത് എന്തുകൊണ്ടാണ്? ധനത്തിന് പിന്നാലെ. ഭാരതത്തിൽ ഇത്രയും മുസൽമാന്മാരും ഇംഗ്ലീഷുകാരും എന്തുകൊണ്ട് വന്നു? പൈസ കണ്ടിട്ട്. പൈസ വളരെയധികം ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. അതിനാൽ ഇപ്പോൾ മറ്റാരുമില്ല. പൈസ എടുത്ത് ശൂന്യമാക്കി. മനുഷ്യർ ഇതറിയുന്നില്ല. ബാബു പറയുന്നു പൈസ നിങ്ങൾ സ്വയമേ ഇല്ലാതാക്കി. ഡ്രാമ പ്ലാൻ അനുസരിച്ച്
നിങ്ങൾക്ക് നിശ്ചയമുണ്ട്, നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഇത് ഈശ്വരീയ പരിവാരമാണ് എന്നത് ഒരിക്കലും ആരുടെയും ചിന്തയിൽ പോലും ഉണ്ടാകില്ല. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബുദ്ധിയിൽ പഠനത്തെക്കുറിച്ച് ചിന്തിക്കണം. ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ബുദ്ധിയിൽ സദാ ജ്ഞാനം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കട്ടെ. ദി ബെസ്റ്റ് പഠനമാണ് ഇത്. ഇത് പഠിച്ച് ഡബിൾ ക്രൗൺ ഉള്ളവർ ആകണം. ഇത് അഭ്യസിക്കണം. നമ്മൾ ആത്മാക്കൾ സഹോദരന്മാരാണ്. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെയാണ് തലകീഴായ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതിനാൽ എത്ര സാധിക്കുമോ ദേഹി അഭിമാനിയായി ഇരിക്കണം. വരദാനം: സത്യതയുടെ ശക്തിയിലൂടെ സദാ സന്തോഷത്തിൽ നൃത്തമാടുന്ന ശക്തിശാലിയും മഹാൻ ആത്മാവുമായി ഭവിക്കട്ടെ. സത്യമുണ്ടെങ്കിൽ നൃത്തമാടും എന്ന് പറയപ്പെടുന്നു. സത്യം, അതായത് സത്യതയുടെ ശക്തിയുള്ളവർ സദാ നൃത്തമാടിക്കൊണ്ടിരിക്കും. ഒരിക്കലും വാടിപ്പോവുകയില്ല, കുടുങ്ങിപ്പോവുകയില്ല, ഭയപ്പെടുകയില്ല, ദുർബലമാകില്ല. അവർ സന്തോഷത്തിൽ സദാ നൃത്തം ആടിക്കൊണ്ടിരിക്കും, ശക്തിശാലിയായിരിക്കും. അവരിൽ നേരിടുന്നതിൻ്റെ ശക്തിയുണ്ടായിരിക്കും. സത്യത ഒരിക്കലും കുലുങ്ങുന്നില്ല, അചഞ്ചലം ആയിരിക്കുന്നു. സത്യത്തിൻ്റെ തോണി ഉലയും, എന്നാൽ മുങ്ങിപ്പോകില്ല. സത്യതയുടെ ശക്തിയെ ധാരണ ചെയ്യുന്ന ആത്മാവ് തന്നെയാണ് മഹാൻ. സ്ലോഗൻ: ബിസിയായ മനസ്സിനെയും ബുദ്ധിയെയും സെക്കൻഡിൽ സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെയാണ് സർവശ്രേഷ്ഠ അഭ്യാസം. ഓം ശാന്തി. മസ്തകമധ്യത്തിൽ ഒരു ജ്യോതി നക്ഷത്രത്തെ പോലെ തിളങ്ങുന്ന ശാന്തസ്വരൂപ ആത്മാവാണ് ഞാൻ. എന്നിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ വ്യാപിക്കുകയാണ്. ഞാൻ ശാന്തിയുടെ സാഗരനായ ശിവ് ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. ദിവ്യ ജ്യോതിസായ ശിവ് ബാബയിൽ നിന്നും പ്രസരിക്കുന്ന പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ എൻ്റെ ചിത്തത്തിൽ നിറയുന്നു. പരമാത്മാ ശാന്തിയുടെ ശക്തി എന്നിൽ നിറയുന്നു. ഈ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ വിശ്വത്തിൻ്റെ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്.
പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ ആത്മാക്കളിൽ നിറയുമ്പോൾ അവരും ശാന്തി സാഗരൻ്റെ നേർക്ക് ആകർഷിക്കപ്പെടട്ടെ.